എല്ലാവർക്കും നമസ്കാരം. ഓണപരീക്ഷ കഴിഞ്ഞുള്ള 5ാം ക്ലാസ്സിലെ ആദ്യ പാഠം, എട്ടാമത്തെ പാഠം അഷ്ടമഃ പാഠഃ ഹോക്കി. ഹോക്കി എന്നു പേരുള്ള എട്ടാമത്തെ പാഠമാണ് ഇന്ന് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ആ പാഠത്തിലേക്കുള്ള ലിങ്ക് ആക്ടിവിറ്റി പേജ് നമ്പർ 78 കാണുന്നത്. അന്നം ആരോഗ്യായ ഭവതി ഏവം വ്യായാമാഹ ക്രീഡാശ്ച. അന്നം ഭക്ഷണം ആരോഗ്യത്തിനായിട്ടാണ്, ഇതുപോലെ തന്നെയാണ് വ്യായാമവും കളികളും എന്നാണ് അതിൻ്റെ അർത്ഥം. താഴെ ഒരു ചിത്രം നൽകിയിട്ടുണ്ട്. ആ ചിത്രത്തിൽ താഴെയായിട്ട് ഏഷഹ മഹോദയഃ കഹ, ഈ മഹാൻ ആരാണ്? ഏഷഹ കസ്യാം ക്രീഡായാം പ്രസിദ്ധഃ ഭവതി, ഇദ്ദേഹം ഏത് കളിയിലാണ് പ്രസിദ്ധനായിട്ടുള്ളത്? വദതു, പറയൂ. കുട്ടികളോട് ഇത് ചോദിക്കണം. ഇദ്ദേഹം ആരാണ്, ഇദ്ദേഹം ഏത് കളിയിലാണ് പ്രസിദ്ധനായിട്ടുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ചോദ്യം ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇദ്ദേഹത്തെ മിക്കവാറും എല്ലാ കുട്ടികൾക്കും അറിയാൻ സാധ്യതയുണ്ട്. ഇദ്ദേഹം IM വിജയനാണ്, പ്രസിദ്ധനായ ഫുട്ബോളർ. അദ്ദേഹം കേരളത്തിൽ നിന്നുള്ളൊരു താരമാണ്, ഇന്ത്യക്ക് വേണ്ടിയൊക്കെ കളിച്ചിട്ടുണ്ട്. കൂടാതെ ധാരാളം സിനിമകളിലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. IM വിജയനാണ് ഇദ്ദേഹം. പല കുട്ടികളും ഇദ്ദേഹത്തെ തിരിച്ചറിയാൻ സാധ്യതയുണ്ട്. അല്ലാത്ത കുട്ടികളോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുക. ഈ ലിങ്ക് ആക്ടിവിറ്റിയോടുകൂടി നമ്മൾ ഈ പാഠത്തിലേക്ക് കടക്കുകയാണ്. പാഠത്തിൻ്റെ പേര് ഹോക്കി എന്നാണ്. എട്ടാമത്തെ പാഠം അഷ്ടമഃ പാഠഃ ഹോക്കി. അവിടെ ഒരു ചിത്രം നൽകിയിട്ടുണ്ട്. കുത്തുകൾ കൊണ്ട് യോജിപ്പിക്കാനുള്ള ചിത്രമാണ്. നമുക്ക് നോക്കാം. ബിന്ദൂൻ യോജയിത്വ ചിത്രം അവഗച്ഛതു. ബിന്ദുക്കൾ, കുത്തുകൾ യോജിപ്പിച്ചുകൊണ്ട് ചിത്രം തിരിച്ചറിയാനാണ്. എന്താണ് ഈ ചിത്രം എന്ന് തിരിച്ചറിയാനാണ് പറയുന്നത്. ഏഷഹ വിനോദഃ കഹ, ഇത് ഏത് വിനോദമാണ്? അടുത്തത് ഇതരേ കായിക വിനോദാഹ കെ, മറ്റുള്ള കായിക വിനോദങ്ങൾ ഏതൊക്കെയാണ്? ഹോക്കി ക്രീഡായാം കതി ക്രീഡകാഹ സന്ധി, ഹോക്കി കളിയിൽ എത്ര കളിക്കാരുണ്ട്? പ്രഥമതയ ഒളിമ്പിക്സ് പുരസ്കാരം പ്രാപ്തഃ ഭാരതീയ കായിക വിനോദഃ കഹ, അതായത് ആദ്യമായിട്ട് ഒളിമ്പിക്സ് പുരസ്കാരം കിട്ടിയ ഭാരതത്തിൻ്റെ കായിക വിനോദം ഏതാണ്? ഇത്രയും ചോദ്യങ്ങൾ ആമുഖമായി കൊടുത്തിരിക്കുകയാണ്. ഇതെല്ലാം കുട്ടികളെ കൊണ്ട് നമ്മൾ പറയിക്കേണ്ടതാണ്. അവയുടെ ഉത്തരങ്ങൾ ഈ ക്രമപ്രകാരമാണ്. ഏതാണ് ഈ കായിക വിനോദം? ഹോക്കി എന്നാണ്. മറ്റുള്ള കായിക വിനോദങ്ങൾ ഏതൊക്കെയെന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ഫുട്ബോൾ, ക്രിക്കറ്റ്, വോളിബോൾ, ബാഡ്മിൻ്റൺ, കബഡി എന്നൊക്കെ നമുക്ക് അവിടെ പറയാവുന്നതാണ്. പിന്നെ എത്ര കളിക്കാരാണ് ഉള്ളത്? ഏകാദശ ക്രീഡകാഹ സന്ധി. പിന്നെ ഒളിമ്പിക്സ് പുരസ്കാരം കിട്ടിയ ഭാരതത്തിൻ്റെ കായിക വിനോദം ഏതാണെന്ന് ചോദിക്കുമ്പോൾ ഹോക്കി എന്നാണ് അതിൻ്റെ ഉത്തരം. ഇതാണ് ഈ ചോദ്യങ്ങളുടെയൊക്കെ ഉത്തരം. ഈ ഉത്തരങ്ങൾ കുട്ടികളെ കൊണ്ട് പറയിക്കാനാണ് നാം ശ്രമിക്കേണ്ടത്. ഈ പാഠഭാഗത്തിൽ തന്നെ 4 വ്യക്തികളുടെ ചിത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഹോക്കി കളിയിലെ പ്രശസ്തരായ 4 വ്യക്തികളാണവ. അവയുടെ പേരൊക്കെ താഴെ പരാമർശിക്കുന്നുണ്ട്. നമുക്ക് ആ ഭാഗം ഒന്ന് വായിച്ചു നോക്കാം. ഭാരതേ അനേകേ കായിക സ്പർദ്ധാഹ സന്ധി, ഭാരതത്തിൽ ധാരാളം കായിക മത്സരങ്ങൾ ഉണ്ട്. തേഷു പ്രമുഖാഹ ഭവന്തി ഹോക്കി, ക്രിക്കറ്റ്, ഫുട്ബോൾ, വോളിബോൾ ഇത്യാദയഃ, അതിൽ പ്രധാനങ്ങളായവയാണ് ഹോക്കി, ക്രിക്കറ്റ്, ഫുട്ബോൾ, വോളിബോൾ തുടങ്ങിയവ. ഒളിമ്പിക്സ് സ്പർദ്ധായാം അസ്മാകം രാഷ്ട്രായ ഇദം പ്രഥമതയാ സുവർണ പതകം ഹോക്കി ക്രീഡയാ ലബ്ധം ആസീത്. ഒളിമ്പിക്സ് മത്സരത്തിൽ നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഒരു സ്വർണ്ണ മെഡൽ നേടിയത് ഹോക്കി ക്രീഡയാൽ, അതായത് ഹോക്കി കളിയിലൂടെയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അസ്യാം ക്രീഡായാം ഏകാദശ ക്രീഡകാഹ സന്ധി, ഈ കളിയിൽ 11 കളിക്കാരാണ് ഉള്ളത്. നമ്മൾ ആദ്യം മുകളിൽ ചോദിച്ചൊരു ചോദ്യത്തിൻ്റെ ഉത്തരം കൂടിയാണത്. അടുത്ത വാചകം എങ്ങനെയാണ്? ധ്യാൻചന്ദ്, സൂരജ്, ലതാദേവി, റാണി റാംപാൽ, PR ശ്രീജേഷ് ഏതേ പ്രസിദ്ധാഹ ഭാരതീയ ഹോക്കി ക്രീഡകാഹ ഭവന്തി. ധ്യാൻചന്ദ്, സൂരജ്, ലതാദേവി, റാണി റാംപാൽ, PR ശ്രീജേഷ് എന്നിവരൊക്കെ പ്രസിദ്ധരായ ഭാരതീയ ഹോക്കി കളിക്കാരാണ്. ഈ കൊടുത്തിട്ടുള്ള ചിത്രത്തിൽ ഏറ്റവും ഇടതുവശത്തായിട്ട് ഫസ്റ്റ് കാണുന്ന ചിത്രമാണ് ധ്യാൻചന്ദ്. തൊട്ട് താഴെ കാണുന്നത് റാണി റാംപാലാണ്. വലതുവശത്ത് മുകളിൽ കാണുന്നതാണ് സൂരജ് ലതാദേവി. താഴെ കാണുന്നതാണ് PR ശ്രീജേഷ്. PR ശ്രീജേഷിനെയൊക്കെ അറിയാത്ത ആരും തന്നെ ഉണ്ടാവില്ല. ധ്യാൻചന്ദിനെയും എല്ലാവർക്കും പരിചയം ഉണ്ടാവും. മറ്റു 2 പേരെയും നമുക്ക് പരിചയപ്പെടുത്താനായിട്ട് സാധിക്കുന്നതാണ്. അത്ര പ്രശസ്തരായ ഹോക്കി കളിക്കാരാണ്. ഇന്ത്യയുടെ പ്രസിദ്ധരായ ഹോക്കി കളിക്കാരാണ് ഇവരെല്ലാവരും. അടുത്ത വാചകം ഒളിമ്പിക്സ് സ്പർദ്ധാസു ഹോക്കി ക്രീഡയ ബഹുവാരം യാവത് പുരസ്കാരഃ ലബ്ധഃ ഭവതി. ഒളിമ്പിക്സ് മത്സരങ്ങളിൽ ഹോക്കി കളിയിലൂടെ ധാരാളം തവണകളിൽ നമുക്ക് പല സമയങ്ങളിൽ നമുക്ക് പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്.
അതഃ ഭാരതേ അസ്യാഹ ക്രീഡായാഹ പ്രാധാന്യം വർദ്ധത്തെ ഏവ. അതുകൊണ്ട് തന്നെ ഭാരതത്തിൽ ഈ കളിയുടെ പ്രാധാന്യം വർദ്ധിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ പല സ്കൂളുകളിലും ഹോക്കി കളി വീണ്ടും ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു പുതിയ കാൽവയ്പായിരുന്നു. ഇതിന് നമ്മുടെ പഴമയുടെ പാരമ്പര്യങ്ങളൊക്കെ വീണ്ടും മുന്നിലേക്ക് കൊണ്ടുവരുന്ന, നമ്മുടെ അഭിമാനമായ ഹോക്കി കളി വീണ്ടും മുന്നോട്ട് കൊണ്ടുവരുന്നതിനുള്ളൊരു കാരണങ്ങളാണ് ഇതെല്ലാമെന്ന് പറയുകയാണ്. ഇങ്ങനെ വളരെ ചെറിയൊരു വിവരണമാണ് പാഠഭാഗത്തിനുള്ളത്. അടുത്ത പഠന പ്രവർത്തനങ്ങളാണ്. പഠന പ്രവർത്തനങ്ങൾക്ക് മുമ്പായിട്ട് പദച്ഛേദം കൊടുത്തിട്ടുണ്ട്. ഇത്യാദയ എന്ന വാക്ക് പിരിച്ചെഴുതുമ്പോൾ ഇതി അധികം ആതയഹ എന്നും, ഇത്യനേന എന്ന വാക്ക് ഇതി അധികം അനേന എന്നും കാണാൻ സാധിക്കും. വിഗ്രഹം കൊടുത്തിട്ടുണ്ട്. കായിക സ്പർദ്ധ എന്നുള്ളത് കായിക സംബന്ധ സ്പർദ്ധ, കായിക സംബന്ധമായ സ്പർദ്ധയാണ് കായിക സ്പർദ്ധ എന്ന ഒറ്റ വാക്കിൽ വിഗ്രഹം അതിനെ വിശദീകരിച്ച് വലതുവശത്ത് കൊടുത്തിട്ടുണ്ട്. പഠന പ്രവർത്തനങ്ങൾ തൊട്ട് താഴെ കാണാം. ഒന്നാമതായി ക്രീഡകാനാം നാമാനി തേഷാം കായിക വിനോദാൻ ച യഥോചിതം യോജയതു എന്നതാണ്. കളിക്കാരുടെ പേരുകളും അവരുമായി ബന്ധപ്പെട്ട കായിക വിനോദങ്ങളും തമ്മിൽ ഉചിതമായിട്ട് യോജിപ്പിക്കാനാണ് ആദ്യത്തെ പ്രവർത്തനം. 5 പേരുടെ ചിത്രങ്ങളാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ക്രിസ്ത്യാനോ റൊണാൾഡോ, PV സിന്ധു, സച്ചിൻ ടെണ്ടുൽക്കർ, ടോം ജോസ്, മാനുവൽ ഫ്രെഡറിക് ആണ്. അത് ക്രമത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇടതുവശത്തായിട്ട് സച്ചിൻ ടെണ്ടുൽക്കർ, ക്രിസ്ത്യാനോ റൊണാൾഡോ, PV സിന്ധു, മാനുവൽ ഫ്രെഡറിക്, ടോം ജോസ് എന്ന് കൊടുത്തിട്ടുണ്ട്. വലതുവശത്തായിട്ട് ബാഡ്മിൻ്റൺ, ക്രിക്കറ്റ്, ഹോക്കി, ഫുട്ബോൾ, വോളിബോൾ എന്ന് കളികളുടെ പേരും കൊടുത്തിട്ടുണ്ട്. അവയെ എങ്ങനെ കൃത്യമായി യോജിപ്പിക്കാം എന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ പേര് സച്ചിൻ ടെണ്ടുൽക്കർ ആണ്. സച്ചിൻ ടെണ്ടുൽക്കർ പച്ച നിറത്തിലെ ആരോ മാർക്ക് വെച്ച് യോജിപ്പിച്ചിട്ടുണ്ട്. സച്ചിൻ ടെണ്ടുൽക്കറുടെ ചിത്രത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ കായിക വിനോദം ക്രിക്കറ്റ് എന്ന് വീണ്ടും പച്ച നിറത്തിൽ ആരോ മാർക്ക് കാണിച്ചിട്ടുണ്ട്. അടുത്തത് ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് രണ്ടാമത്തെ പേര്. ആ പേര് നീല നിറത്തിലെ ആരോ മാർക്കിൽ അദ്ദേഹത്തിലേക്കും വീണ്ടും അദ്ദേഹത്തിൻ്റെ കളി ഫുട്ബോളിലേക്കും യോജിപ്പിച്ചിട്ടുണ്ട്. അടുത്ത PV സിന്ധു എന്നാണ്. PV സിന്ധുവിൻ്റെ നേരെയുള്ള ഫോട്ടോയിലേക്ക് ചുവന്ന നിറത്തിലുള്ള ആരോ മാർക്ക് കൊണ്ടും, PV സിന്ധുവുമായി ബന്ധപ്പെട്ട കളി ബാഡ്മിൻ്റൺ ആണ്. ബാഡ്മിൻ്റണിലേക്ക് ചുവന്ന നിറത്തിൽ ആരോ മാർക്ക് കൊണ്ട് യോജിപ്പിച്ചിട്ടുണ്ട്. അടുത്തത് മാനുവൽ ഫ്രെഡറിക് എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. മാനുവൽ ഫ്രെഡറിക് ഏറ്റവും താഴെ കാണുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ നേരെ കുങ്കുമ നിറത്തിലേക്ക് ആരോ മാർക്കും, അതിനുശേഷം ഹോക്കി കളിയിൽ പ്രസിദ്ധനായാണ് അദ്ദേഹം. മാനുവൽ ഫ്രെഡറിക് ഹോക്കി കളിയിലേക്ക് യോജിപ്പിച്ചിട്ടുണ്ട്. ലാസ്റ്റ് ടോം ജോസ് എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. ജേഴ്സി ഇട്ട് നിൽക്കുന്ന ആളാണ് ടോം ജോസ്. ടോം ജോസിലേക്ക് യോജിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കളി വോളിബോളാണ്, അങ്ങോട്ടേക്കും യോജിപ്പിച്ചിട്ടുണ്ട്. ഇവരെല്ലാവരും തന്നെ നമുക്ക് പരിചയം ഉണ്ടാവും. എന്നാൽ ഈ ടോം ജോസ്, മാനുവൽ ഫ്രെഡറിക് ഇവരൊക്കെ ആരായിരുന്നു, ഏത് കളിയുമായി ബന്ധപ്പെട്ടാണെന്ന് ഒരു ആശയക്കുഴപ്പം, അതുപോലെ തന്നെ നമുക്ക് ഇവരെക്കുറിച്ച് അറിയാനുള്ളൊരു ആഗ്രഹമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 കുറിപ്പുകൾ മലയാളത്തിൽ കൊടുത്തിട്ടുണ്ട്. അവരെ കുറിച്ച് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. അതിങ്ങനെ കൊടുത്തിട്ടുണ്ട്. മാനുവൽ ഫ്രെഡറിക് കേരളത്തിലെ കണ്ണൂർ ജില്ലയിൽ 1947 ഒക്ടോബർ 20 ജനിച്ചു. ഇന്ത്യൻ ഫീൽഡ് ഹോക്കിയിൽ ഗോൾ കീപ്പറായിരുന്ന കളിക്കാരനാണ് മാനുവൽ ഫ്രെഡറിക്. 1972 മ്യൂണിക്കിൽ നടന്ന സമ്മർ ഒളിമ്പിക്സിൽ അദ്ദേഹത്തിൻ്റെ ടീം വെങ്കല മെഡൽ നേടുകയുണ്ടായി. ഒളിമ്പിക്സ് മെഡൽ നേടുന്ന ആദ്യത്തെ മലയാളിയാണ് അദ്ദേഹം. 2019 സ്പോർട്സിലും ഗെയിംസിലുമുള്ള ആജീവനാന്ത നേട്ടത്തിനായി യുവജനകാര്യ കായിക മന്ത്രാലയം നൽകുന്ന ധ്യാൻചന്ദ് അവാർഡിന് അദ്ദേഹം അർഹനായി. അത്ര പ്രശസ്തനായ ഒരു വ്യക്തിയാണ് ഈ മാനുവൽ ഫ്രെഡറിക്. അതാണ് നമ്മുടെ പാഠഭാഗത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇനി അടുത്ത ആളെ നോക്കാം. ടോം ജോസ് 1980 ജനുവരി 1 കോഴിക്കോട് ജില്ലയിൽ ജനിച്ചു. ഒരു മുൻ ഇന്ത്യൻ വോളിബോൾ ക്യാപ്റ്റനാണ്. നിരവധി അന്താരാഷ്ട്ര മത്സരങ്ങളിൽ ഇന്ത്യക്കായി കളിച്ചിട്ടുള്ള വ്യക്തിയാണ്. 2023 ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യൻ ദേശീയ ടീമിൻ്റെ പരിശീലകനും പ്രൈം വോളിബോൾ ലീഗ് ടീമിൻ്റെ മുഖ്യ പരിശീലകനുമായിരുന്നു. വോളിബോളിലെ മികച്ച പ്രകടനത്തിന് 2014 അർജുന അവാർഡ് ലഭിച്ച വ്യക്തി കൂടിയാണ് ഈ ടോം ജോസ്. അദ്ദേഹമാണ് നമ്മുടെ പാഠഭാഗത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇതാണ് ഇവരെക്കുറിച്ചുള്ള ചെറിയൊരു വിവരണം. എല്ലാവർക്കും ഒന്ന് ഇവരെക്കുറിച്ച് തിരിച്ചറിയാനും കുട്ടികൾക്കൊന്ന് പറഞ്ഞു കൊടുക്കാനൊക്കെ ആയിട്ടാണ് ഇതിവിടെ ഇങ്ങനെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ആവശ്യക്കാർക്ക് ഇത് പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഇനി അടുത്ത പ്രവർത്തനത്തിലേക്ക് നമുക്ക് നോക്കാം. ഉചിതമാശയം സ്വീകൃത്യ പേട്ടികാം പൂരയതു എന്നാണ് അടുത്ത പ്രവർത്തനം. ഉചിതമായ ആശയം എടുത്തിട്ട് പട്ടിക പൂരിപ്പിക്കാനാണ്. അവിടെ ഒരു പദസൂര്യൻ പോലെ കൊടുത്തിട്ടുണ്ട്. ആരോഗ്യായ എന്ന് സെൻറ്ററിൽ കാണാം നമുക്ക് നീല നിറത്തിൽ. ആരോഗ്യത്തിന് വേണ്ടിയിട്ട് എന്ന് ചതുർത്ഥി വിഭക്തിയിലാണ് അത് പ്രയോഗിച്ചിരിക്കുന്നത്. എന്തൊക്കെ വേണമെന്നാണ്. ഒരെണ്ണം അവിടെ കൊടുത്തിട്ടുണ്ട്, ശുചിത്വം ആരോഗ്യായ, അല്ലെങ്കിൽ ആരോഗ്യായ ശുചിത്വം, ആ രീതിയിൽ നമുക്കത് വായിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ശരിയായ ഓപ്ഷനുകളാണ് അവിടെ നമ്മൾ എടുത്ത് എഴുതേണ്ടത്. കുറേ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, ബ്രാക്കറ്റിൽ നോക്കാം നമുക്ക്. ശുചിത്വം, അമിതം ഭക്ഷണം, ക്രീഡ, ആലസ്യം, ശുദ്ധജലം, സ്നാനം,
മലിനജലം, മിതം ഭക്ഷണം, മലിനവായു, വ്യായാമ. ഇതിനകത്ത് ഏതൊക്കെയാണ് ആരോഗ്യത്തിന് വേണ്ടിയത് എന്നാണ് നമ്മൾ തിരഞ്ഞെടുത്ത് എഴുതേണ്ടത്. അപ്പോൾ നോക്കൂ, ശുചിത്വം, അമിതം ഭക്ഷണം, അമിതമായ ഭക്ഷണം, ക്രീഡ, കളിയാണ്, ആലസ്യം, എന്താണ്, ക്ഷീണം, ശുദ്ധജലം, ആലസ്യം മടി എന്നൊരർത്ഥം കൂടിയുണ്ട്, ശുദ്ധജലം, സ്നാനം, കുളിയിലെ, പിന്നെ മലിനജലം, മിതം ഭക്ഷണം, മിതമായ ഭക്ഷണം, മലിനവായു, വ്യായാമം. ഇതിനകത്ത് ഏതൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് കുട്ടികളത് തിരഞ്ഞെടുത്ത് ചെയ്യണം. നമുക്കൊരു മാതൃക നോക്കാം. ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത്തരത്തിലാണ് അത് പൂരിപ്പിക്കേണ്ടത്. ക്രീഡ, ആരോഗ്യത്തിന് ക്രീഡ ആവശ്യമാണ്, ശുദ്ധജലം ആവശ്യമാണ്, സ്നാനം ആവശ്യമാണ്, മിതം ഭക്ഷണം ആവശ്യമാണ്, വ്യായാമവും ആവശ്യമാണ്. ശുചിത്വം ഓൾറെഡി അവിടെ കൊടുത്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ആരോഗ്യത്തിന് വേണ്ടി ആവശ്യമായവ. അതാണ് നമ്മൾ തിരഞ്ഞെടുത്ത് എഴുതേണ്ടത്. ഓക്കെ, അടുത്ത പ്രവർത്തനം നോക്കാം. ചിത്രം നിരീക്ഷ്യ കോഷ്ടകാത് ഉചിതം പദം സ്വീകൃത്യ പൂരയിതു. ചിത്രം നോക്കിയിട്ട് ബ്രാക്കറ്റിൽ നിന്ന് ഉചിതമായ വാക്ക് എടുത്ത് അവിടെ പൂരിപ്പിക്കണം. ഇതാണ് പ്രവർത്തനം. യഥ, ഇതേപോലെ എന്നാണ്. ക്രീഡകാഹ ഡാഷ് സന്ധി. ക്രീഡകാഹ, കളിക്കാര്, ഡാഷ് സന്ധി. ഇവിടെ ഒരു ഡാഷ് കൊടുത്തിട്ടുണ്ട്, സന്ധി എന്നും കൊടുത്തിട്ടുണ്ട്. ക്രീഡാങ്കണേ, ക്രീഡാങ്കണസ്യ, രണ്ട് വാക്കാണ് കൊടുത്തത്. ക്രീഡാങ്കണേ എന്ന സപ്തമി വിഭക്തിയുടെ അർത്ഥം എന്താണ്? മൈതാനത്ത് അല്ലെങ്കിൽ കളിക്കുന്ന സ്ഥലത്താണുള്ളത്. ക്രീഡാങ്കണസ്യ, ക്രീഡാങ്കണത്തിൻ്റെ എന്നാണ്, കളിസ്ഥലത്തിൻ്റെ. അപ്പോൾ കളിസ്ഥലത്തിൽ, കളിസ്ഥലത്തിൻ്റെ എന്ന രണ്ടർത്ഥത്തിൽ സപ്തമിയിലും ഷഷ്ടി വിഭക്തിയിലുമാണ് അത് പ്രയോഗിച്ചിരിക്കുന്നത്. ശരിയായ ഓപ്ഷൻ ക്രീഡകാഹ ക്രീഡാങ്കണേ സന്ധി എന്നാണ്. കളിക്കാർ എവിടെയാണുള്ളത്? ക്രീഡാങ്കണേ സന്ധി, ക്രീഡാങ്കണത്തിലാണ് ഉള്ളതെന്ന് സപ്തമി രൂപമാണ് നമ്മളെടുത്ത് എഴുതേണ്ടത്. അങ്ങനെയാണെങ്കിൽ കന്തുകഹ ഡാഷ് അസ്തി, പന്ത് എവിടെയാണ് ഉള്ളതെന്ന് നോക്കുക. ആ ചിത്രത്തിൽ കാണാൻ പറ്റും. പന്ത് ആ ആളുടെ ശിരസിൽ അല്ലെങ്കിൽ നെറുകയിലാണ് ഉള്ളത്. അപ്പോൾ ശരിയായ ഓപ്ഷൻ കൊടുക്കേണ്ടത് മസ്തകസ്യ എന്നുണ്ട്, മസ്തക എന്നുണ്ട്. മസ്തകസ്യ നെറുകയുടെ എന്നർത്ഥം, മസ്തക നെറുകയിൽ. അപ്പോൾ മസ്തകേ എന്നാണ് കറക്റ്റ് ഓപ്ഷൻ കൊടുക്കേണ്ടത്. നമ്മൾ ഈ പ്രവർത്തനം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് സപ്തമി വിഭക്തി രൂപമാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ കന്തുകഹ മസ്തകേ അസ്തി എന്ന ഒരു ഓപ്ഷനാണ് അവിടെ ശരിയായത്. ആ പ്രവർത്തനത്തിൻ്റെ ബാക്കി 82-ാം പേജിൽ കാണാം. അടുത്ത ചിത്രം നോക്കൂ. ജാവലിൻ ഡാഷ് അസ്തി. ജാവലിൻ ഒരാൾ ഇങ്ങനെ എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എവിടെയാണ് ജാവലിൻ ഇരിക്കുന്നതെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. കാണാൻ കയ്യിലാണ് അതല്ലേ. അപ്പോൾ ഹസ്തേ ഹസ്തസ്യ. അപ്പോൾ ഹസ്തേ എന്ന ഓപ്ഷനാണ് ചേർക്കേണ്ടത്. ജാവലിൻ ഹസ്തേ അസ്തി, ഒന്നാമത്തെ ഓപ്ഷൻ ചേർക്കുക. ഹസ്തസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൈയുടെ എന്നർത്ഥം വരും, ഹസ്തേ എന്ന് വെച്ചാൽ കയ്യിൽ എന്നർത്ഥം വരും. അടുത്തത് നൗകാ ക്രീഡകാഹ ഡാഷ് സന്ധി. വള്ളം കളിക്കാർ അവിടെ പറയുകയാണ് എവിടെയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഉഡൂബസ്യ ഉഡൂബേ. ഉഡൂബഹ എന്ന വാക്കിൻ്റെ അർത്ഥം നോക്കുമ്പോൾ തടി കൊണ്ടോ പലകൾ കൊണ്ടോ നിർമ്മിച്ച ഒരു പരന്ന പ്രതലം അല്ലെങ്കിൽ ഒരു തട്ട്, അതാണ് ഉഡൂബഹ എന്ന് പറയുന്നത്. നെഹ്റു ട്രോഫി വള്ളംകളി പോലെയുള്ള പ്രസിദ്ധമായ വള്ളംകളികളൊക്കെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഈ ആളുകൾ ഇരിക്കുന്ന ഒരു പ്രതലം അല്ലേ. ഈ ആളുകൾ വഞ്ചി ഇങ്ങനെ വളഞ്ഞ ആകൃതിയിലാണെങ്കിലും അത് ആൾക്കാർ ഇരിക്കുന്ന ഒരു പരന്ന പ്രതലത്തിലാണ്. അപ്പോൾ അങ്ങനെയുള്ള പ്രതലത്തിനെയാണ് ഉഡൂബഹ എന്ന് പറയുന്നത്. അപ്പോൾ ഉഡൂബസ്യ, ഉഡൂബത്തിൻ്റെ, ഉഡൂബേ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലാണ്. അപ്പോൾ ആ പരന്ന പ്രതലത്തിലാണ്. രണ്ടാമത്തെ ഓപ്ഷനായ ഉഡൂബേ എന്നാണ് നമ്മൾ കൃത്യമായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത്. ശരിയായ ഓപ്ഷൻ ചേർത്ത് ഒരു മാതൃക ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് നോക്കിയിട്ട് നമുക്ക് കൃത്യമായിട്ടത് ചെയ്യാൻ സാധിക്കും. അടുത്ത പ്രവർത്തനം നോക്കാം. സംഖ്യാനുസാരം ലക്ഷ്യം പ്രാപ്നോതു എന്നാണ് ആ പ്രവർത്തനം. ഒരു പിരമിഡ് പോലത്തെ ഒരു ഇത് കൊടുത്തിരിക്കുകയാണ്. ഓരോ കളങ്ങളായിട്ട്, ഓരോ കളത്തിനും ഓരോരോ ഗേറ്റുകളുണ്ട് ഉള്ളിലായിട്ട്. തുറന്ന് നമ്മൾ ഈ വഴി കാട്ടുക എന്നുള്ള പ്രവർത്തനം ഉണ്ടല്ലോ, നമ്മൾ ഈ ബാലരമയിലും ബാലമംഗളത്തിലൊക്കെ കാണുന്ന എന്താണ് മോട്ടുമുയലിനെ വഴി കാണിക്കുക എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പ്രവർത്തനം ചെയ്യാറില്ല, അതുപോലത്തെ ഒരു പ്രവർത്തനമാണിത്. അപ്പോൾ 1 എന്ന സംഖ്യയിൽ നിന്ന് 20 എന്ന സംഖ്യയിലേക്ക്, ആ 20 നിന്ന് പുറത്തേക്ക് എടുക്കുമ്പോൾ അതൊരു ഗോളായി മാറുന്ന രീതിയിലാണ്, ആ ബോളിനെ കൊണ്ടുവരുന്ന രീതിയിലാണത് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് 1 തൊട്ട് 20 വരെ ഒരു സംഖ്യ കുട്ടികൾ അറിയേണ്ടതുണ്ട്. അപ്പോൾ അത് നമ്മൾ പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ പാഠപുസ്തകത്തിൻ്റെ 84-ാമത്തെ, ഈ പാഠത്തിൽ തന്നെ 84-ാമത്തെ പേജിൽ 1 തൊട്ട് 20 വരെയുള്ള സംഖ്യകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ആ സംഖ്യ നോക്കി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.
ഇതുമായി ബന്ധപ്പെട്ട പാട്ടുകളൊക്കെ സംസ്കൃതത്തിൽ ഉണ്ട്. അതൊക്കെ കണ്ടുകൊണ്ട് നമുക്കത് എളുപ്പത്തിൽ പഠിക്കാനും സാധിക്കും. ഇത് നോക്കിയിട്ട് നമുക്ക് കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കാനായിട്ട് കഴിയും. അപ്പോൾ നമുക്ക് ആ പ്രവർത്തനം ഒന്ന് നോക്കാം. ഓരോ കോളത്തിലും ഓരോ സംഖ്യ കൊടുത്തിട്ടുണ്ട്. ആ സംഖ്യകൾ തെറ്റാതെ ക്രമമായിട്ട് പോയിട്ടാണ് 20ലേക്ക് എത്തിച്ചേരേണ്ടത്. 1 നിന്ന് 20ലേക്ക്. ഏകം, ദ്വേ, ത്രീണി, ചത്വാരി, പഞ്ച, ഷഡ്, സപ്ത, അഷ്ട, നവ, ദശ, ഏകാദശ, ദ്വാദശ, ത്രയോദശ, ചതുർദശ, പഞ്ചദശ, ഷോഡശ, സപ്താദശ, അഷ്ടാദശ, നവദശ, വിംശതിഹി യിലേക്ക് എത്തേണ്ടത് ക്രമത്തിലാണ് എത്തേണ്ടത്. അതെങ്ങനെ ചെയ്യുമെന്ന് ഇവിടെ ഒരു മാതൃക കൊടുക്കുന്നുണ്ട്. ചില സംഖ്യയുടെ കോളം കഴിയുമ്പോൾ താഴോട്ട് വരണം, പിന്നീട് ഇടത്തോട്ട് കൊണ്ടുവരും, വലത്തോട്ട് കൊണ്ടുവരും. അപ്പോൾ എങ്ങനെയാണിത് ചെയ്യേണ്ടതെന്നൊരു മാതൃക ഇവിടെ എല്ലാവർക്കും വേണ്ടി കൊടുക്കുകയാണ്. നമുക്ക് നോക്കാം. ആദ്യം 1 നിന്ന് താഴിലോട്ടാണ്. ഏകത്തിൽ നിന്ന് താഴേക്ക് വന്നിട്ട് 2 അവിടെ കാണുന്നുണ്ട്. വീണ്ടും ഇടത്തോട്ടേക്ക് നീങ്ങണം. 3 നിന്ന് വീണ്ടും താഴേക്ക് ഇറങ്ങിയിട്ട് വലത്തോട്ട് 4, 5, 6 അവിടെ കാണാം. വീണ്ടും താഴേക്ക് ഒരു ഇത് കാണാം. അവിടെ നിന്ന് വന്നിട്ട് ഇടത്തോട്ട് വീണ്ടും നീങ്ങണം. ആ ക്രമത്തിൽ ചെല്ലുമ്പോൾ 10-ലെത്തും. വീണ്ടും താഴേക്ക് 11 റൈറ്റ് സൈഡിലേക്ക് വലത്തോട്ടേക്കാണ് നീങ്ങേണ്ടത്. പിന്നീട് താഴേക്ക് വീണ്ടും വരണം, ഇടത്തോട്ടേക്ക് നീങ്ങണം. അവസാനം പച്ച നിറത്തിൽ കാണുന്ന അവിടെ 20-ൽ എത്തിച്ചേരും. അങ്ങനെ ആണ് പൂരിപ്പിച്ച് പോകേണ്ടത്. ഇത് കൃത്യമായി നോക്കി പഠിച്ചുകൊണ്ട് നമുക്കത് ചെയ്യാൻ സാധിക്കുന്നതാണ്. എല്ലാവർക്കും ഇത് നോക്കിയിട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, നമുക്ക് അടുത്ത പ്രവർത്തനത്തിലേക്ക് പോകാം. 83-ാം പേജിൽ കാണുന്ന പ്രവർത്തനം ദൂരവാണ്യാം റിക്തസംഖ്യാഹ യഥാക്രമം പൂരയതു. ആ ദൂരവാണിയിൽ ലാൻഡ് ഫോണിൽ വിട്ടുപോയ അക്കങ്ങൾ, ഓരോ നമ്പറും കറക്കി വിളിക്കുന്ന പഴയ ഫോണാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. പണ്ട് വീടുകളിലൊക്കെ ഉണ്ടായിരുന്ന ഇത്തരം ഫോണാണ്. ഫോണിൽ വിട്ടുപോയ സംഖ്യകൾ അവിടെ ചേർക്കണം എന്നാണ് പറയുന്നത്. നമുക്കതിൻ്റെ മാതൃക ഒന്ന് നോക്കാം. വിട്ടുപോയ ഭാഗങ്ങൾ നമുക്കറിയാം. ഏകം അവിടെയുണ്ട്, ശൂന്യമുണ്ട്, ഏകമുണ്ട്, ദ്വേ ഇല്ല, ത്രീണിയുണ്ട്, ചത്വാരി ഇല്ല, പഞ്ചയുണ്ട്, ഷഡില്ല, സപ്തയുണ്ട്, അഷ്ടയില്ല, നവ അവിടെയുണ്ട്. അപ്പോൾ വിട്ടുപോയ ഇത് മാത്രം നമ്മൾ ചേർത്ത് കൊടുക്കുക. ഇങ്ങനെയാണ് അത് ചേർക്കേണ്ടത്. ഏകത്തിൻ്റെ ഇടതുവശത്തായിട്ട് ദ്വേ ചേർക്കുന്നു, ത്രീയുടെ മുകളിൽ ചത്വാരി ചേർക്കുന്നു, പഞ്ചയുടെ മുകളിലായിട്ട് ഷഡ് ചേർക്കുന്നു, സപ്തയുടെ റൈറ്റ് സൈഡിലായിട്ട് അഷ്ട ചേർക്കുന്നു. ഇങ്ങനെ അത് ചേർത്ത് കൊടുക്കുക. ചേർക്കേണ്ടത് താഴെയും ഞാനൊന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കി നമുക്ക് ഭംഗിയായിട്ട് ഈ പ്രവർത്തനം ചെയ്യാൻ സാധിക്കും. ഓക്കെ, അടുത്ത പ്രവർത്തനത്തിലേക്ക് പോകാം. സൂചനാനുസാരം അധോദത്താനാം ക്രീഡക വസ്ത്രാണാം വർണ്ണം കരോതു. നൽകിയിരിക്കുന്ന സൂചന പോലെ താഴെയുള്ള സ്പോർട്സ് ജേഴ്സികൾക്ക് നിറം കൊടുക്കാനാണ്. 10-ാം നമ്പറിന് നീലവർണ്ണം, 3-ാം നമ്പറിന് ഹരിതവർണ്ണം, 7-ാം നമ്പറിന് പീതവർണ്ണം, 9-ാം നമ്പറിന് രക്തവർണ്ണം, 1-ാം നമ്പറിന് ശ്യാമവർണ്ണം, 6-ാം നമ്പറിന് ശ്വേതവർണ്ണം. അപ്പോൾ വർണ്ണങ്ങളുടെ പേരും അതുപോലെ തന്നെ അത് നിറം കൊടുക്കാനുള്ള കാര്യമാണ് നമ്മളിവിടെ പഠിക്കേണ്ടത്. അപ്പോൾ ദശ, ത്രീണി, സപ്ത, നവ, ഏകം, ഷഡ് എന്ന സംഖ്യകളാണതെന്ന് കൂടി കുട്ടികളോട് പറഞ്ഞു കൊടുക്കുക. അതിനുശേഷം അത് നിറം കൊടുക്കാനുള്ള പ്രവർത്തനമാണ് ചെയ്യേണ്ടത്. വളരെ ഭംഗിയായിട്ട് കുട്ടികളത് നിറം കൊടുത്തോളും. നമുക്കത് എങ്ങനെയാണെന്നൊരു മാതൃക നോക്കാം. 1-ാം നമ്പർ ജേഴ്സിയിൽ ശ്യാമവർണ്ണം, കറുത്ത വർണ്ണം, 3-ാം നമ്പർ ജേഴ്സിയിൽ ഹരിതവർണ്ണം, 7-ാം നമ്പർ ജേഴ്സിയിൽ പീതവർണ്ണം, 10-ാം നമ്പർ ജേഴ്സിയിൽ നീലവർണ്ണവും, 6-ാം നമ്പർ ജേഴ്സിയിൽ വെള്ള തന്നെയാണ്, അതുകൊണ്ടാണ് അത് നിറം കാണാത്തത്. 9-ാം നമ്പർ ജേഴ്സിയിൽ രക്തവർണ്ണവുമാണ് ചെയ്യേണ്ടത്. ഇങ്ങനെയല്ല ചെയ്യേണ്ടത്, അത് ഫുള്ളായിട്ട് കുട്ടികൾ കവർ ചെയ്യണം. ഇത് ഞാനൊരു മാതൃക എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇത്തരത്തിൽ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇങ്ങനെ ഈ പാഠഭാഗത്തെ പഠന പ്രവർത്തനങ്ങൾ അവസാനിക്കുകയാണ്. അടുത്ത പേജുകളിലായിട്ട് അനുബന്ധത്തിൽ ചില കാര്യങ്ങൾ കാണാൻ നമുക്ക് സാധിക്കും. 84-ാം പേജിൻ്റെ മുകളിലായിട്ട് അധികതാഹ അംശാഹ എന്ന് പറഞ്ഞ് കുട്ടികൾ നേടിയെടുക്കേണ്ട നേട്ടങ്ങൾ, അതായത് കായിക വിനോദാൻ ക്രീഡകാഞ്ച വിവിച്ച അലിഖത്, കായിക വിനോദങ്ങളെയും കളികളെയും തരംതിരിച്ച് എഴുതുന്നു. ആരോഗ്യ സുസ്ഥിതേഹി ആവശ്യകതാം അവാഗച്ഛത് അവതതിച്ച, ആരോഗ്യ സുസ്ഥിതിയുടെ അതായത് നല്ല ആരോഗ്യത്തിൻ്റെ ആവശ്യകതകളും അത് തിരിച്ചറിയുന്നു, പറയുന്നു. വിഭക്തി ഉപയുജ്യ വാക്യം അലിഖത്, സപ്തമി വിഭക്തിയുടെ ഒരു പ്രവർത്തനം നമ്മൾ ചെയ്തല്ലോ. ക്രീഡാങ്കണേ ഹസ്തേ എന്നൊക്കെ പറഞ്ഞിട്ടൊരു പ്രവർത്തനം ചെയ്തല്ലോ, അതാണ് ഉദ്ദേശിക്കുന്നത്. അടുത്തത് സംഖ്യാഹ അഗണയത് അലിഖത് ച, സംഖ്യകൾ ഗണനം ചെയ്യുന്നു, എണ്ണിയെടുക്കുന്നു, അതുപോലെ തന്നെ അത് എഴുതുന്നു എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ ഈ പാഠത്തിലൂടെ കുട്ടികൾ നേടേണ്ട കാര്യങ്ങളാണ്. അനുബന്ധമായിട്ട് സംഖ്യകൾ കൊടുത്തേണ്ടത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ. ഏകം തൊട്ട് ദ്വിംശതി വരെയുള്ള സംഖ്യകൾ കൊടുത്തേണ്ട, അത് നോക്കി പഠിക്കാനൊക്കെ സാധിക്കും. ഇതുമായി ബന്ധപ്പെട്ട പാട്ടുകളൊക്കെ സംസ്കൃതത്തിലുണ്ട്, അതൊക്കെ നിങ്ങൾക്ക് ലഭ്യമാക്കാവുന്നതാണ്. അടുത്തത് 85-ാം പേജിൽ അമരകോശമായിട്ട് കൊടുത്തിരിക്കുകയാണ്. ആരോഗ്യം, പ്രമുഖ, ക്രീഡ എന്ന വാക്കുകളുടെ അമരകോശം, അതായത് പര്യായ വാക്കുകളാണ് അമരകോശത്തിലുള്ളത്.
അവ ഏവയ്ക്കാണ് നമുക്ക് നോക്കാം. ആരോഗ്യത്തിന് കൊടുത്തിരിക്കുന്നത് അനാമയം സ്യാദാരോഗ്യം. അപ്പോൾ അനാമയം എന്ന വാക്കും ആരോഗ്യം എന്ന വാക്കും ഒരേ മീനിങ് വരുന്ന അമരകോശത്തിലുള്ള പര്യായ വാക്കുകളാണ്. അടുത്ത പ്രമുഖ. ക്ലീബേ പ്രധാനം പ്രമുഖ പ്രവേഗാനുത്തമോത്തമാഹ മുഖ്യവര്യവരേണാശ്ച എന്നാണ് കൊടുത്തേണ്ടത്. പ്രധാനം പ്രമുഖ പ്രവേഗ അനുത്തമ ഉത്തമ മുഖ്യ വര്യ വരേണ്യ എന്ന വാക്കുകളാണ് അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പര്യായ വാക്കുകൾ. അടുത്തത് ക്രീഡ. ക്രീഡ ഖേല ച നർമ്മച്ച. ക്രീഡ ഖേല നർമ്മ് ഇത്രയും വാക്കുകൾ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ്. ഇങ്ങനെ അനുബന്ധമായിട്ട് അമരകോശം കൊടുത്തിട്ടുണ്ട്. ഇതും കൂടി കുട്ടികളെ പഠിപ്പിക്കേണ്ടതാണ്. ഇങ്ങനെ ഈ പാഠത്തിലെ അനുബന്ധവും അവസാനിക്കുന്നു. ഇങ്ങനെ പഠന പ്രവർത്തന അനുബന്ധവും ചേർന്ന എല്ലാ ഭാഗവും ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ശുഭദിനം കൂടി നേരുന്നു. ധന്യവാദ.